നമസ്കാരം. കേരളത്തെ നടുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. കേസിൽ അതീവ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഡിജിറ്റൽ തെളിവുകളും ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിലാണ് തുടർ നടപടികൾ നീട്ടിവെക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. വരും ദിവസങ്ങളിൽ കേസ് കൂടുതൽ സങ്കീർണമായ നിയമയുദ്ധങ്ങളിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. അതിതിടുക്കത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് പ്രതികൾക്ക് നിയമപരമായി രക്ഷപ്പെടാൻ വഴി തുറക്കുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ് പോലീസിന്റെ ഈ പിൻവാങ്ങൽ. കേസിൽ യാതൊരു വീഴ്ചകളും വരുത്താതെ സമഗ്രവും കുറ്റമറ്റതുമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രം കോടതിയിൽ കുറ്റപത്രം നൽകിയാൽ മതിയെന്ന ഉന്നത നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഈ പുതിയ തീരുമാനം. CPMന്റെ ഉന്നതതല ഗൂഢാലോചനയാണ് ആക്രമണമെന്ന് ED ആരോപിച്ചിട്ടുണ്ട്. പ്രതികളെ നിയമത്തിന് മുന്നിൽ പരമാവധി തളച്ചിടുക എന്ന ലക്ഷ്യത്തോടെ കടുത്ത തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ED ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിച്ച കേസും ഇതേ സംഭവത്തിന്റെ തുടർച്ചയായി സ്ഥലത്തെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസും വെവ്വേറെയായിട്ടായിരുന്നു പോലീസ് ആദ്യം കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇവ രണ്ടും ഒരൊറ്റ സംഭവത്തിന്റെ ഭാഗമായതിനാൽ ഒന്നിച്ചു കൊണ്ടുപോകാനാണ് പോലീസിന്റെ ആലോചന. കൂടുതൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. ക്രമസമാധാന പാലകർക്ക് നേരെയുണ്ടായ ആക്രമണവും കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായ രണ്ട് കേസുകളും ഒന്നിച്ചു ചേർത്ത് ഒറ്റ കുറ്റപത്രമായി കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് നീക്കം നടത്തുന്നത്. ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനും കേസിന്റെ ഗൗരവം കുറയ്ക്കുന്നതിനുമുള്ള സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് പോലീസ് കരുതുന്നു. അക്രമം നടന്ന സ്ഥലത്തു നിന്നും ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളുടെയും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധനാ ഫലമാണ് ഇനി പോലീസിന് ലഭിക്കാനുള്ളത്. സൈബർ സെല്ലിന്റെയും സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറിയുടെയും പക്കലുള്ള ഈ റിപ്പോർട്ടുകൾ കേസിൽ അതീവ നിർണായകമാണ്. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ രേഖകൾ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളിലെ വിരലടയാളങ്ങൾ എന്നിവയുടെ ശാസ്ത്രീയ വിശദീകരണം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഈ പരിശോധനാ ഫലങ്ങൾ ഔദ്യോഗികമായി കൈപ്പറ്റിയ ശേഷം മാത്രമേ കുറ്റപത്രത്തിന്റെ അന്തിമരൂപം തയ്യാറാക്കുകയുള്ളൂ എന്ന് സിറ്റി പോലീസ് ഉന്നതർ വ്യക്തമാക്കി. അതേസമയം കേസിൽ പ്രതികളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഹൈക്കോടതിയിൽ പുരോഗമിക്കുകയാണ്. കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കി. വിശദമായ വാദം കേൾക്കാതെ പ്രതിയുടെ ജാമ്യം പെട്ടെന്ന് റദ്ദാക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി 9ാം പ്രതി ഹരീഷ് കുമാറിന് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കൂടി കേട്ട ശേഷമേ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് കോടതി അറിയിച്ചു. കേസിലെ ഡിജിറ്റൽ ശാസ്ത്രീയ തെളിവുകൾക്കായി കാത്തിരിക്കുന്ന പോലീസ് ഒരൊറ്റ ലൂപ്ഹോൾ പോലും പ്രതികൾക്ക് രക്ഷപ്പെടാനായി ബാക്കി വെക്കില്ലെന്ന് ഉറച്ച തീരുമാനത്തിലാണ്. ED ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ആക്രമിച്ച കേസുകൾ ഒന്നിച്ചു ചേർത്ത് ഒരൊറ്റ കുറ്റപത്രമാക്കുന്നതോടെ പ്രതികളുടെ ജാമ്യ സാധ്യതകൾ പൂർണ്ണമായും അടയും. എന്നാൽ ഇതിന് പിന്നിൽ വൻ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന EDയുടെ ആരോപണവും പ്രതിയുടെ ജാമ്യം റദ്ദാക്കുന്നതിൽ ഹൈക്കോടതി സ്വീകരിച്ച കരുതലോടെയുള്ള നിലപാടും വരും ദിവസങ്ങളിൽ തലസ്ഥാന നഗരിയെ വീണ്ടും കടുത്ത നിയമയുദ്ധങ്ങളിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും നയിക്കുമെന്നുറപ്പാണ്. ഫോറൻസിക് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതോടെ കേസിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന.